അങ്ങനെ പതിവ് പോലെ രാവിലെ ഇന്നും ഫോണും എടുത്ത് പക്ഷികളെ നിരീക്ഷിക്കാനായിട്ട് ഇറങ്ങി. ഈ ഫോൺ അറിയാമല്ലോ, പഴയ റെഡ്മിയുടെ ഒരു ഫോണാണ്. ഇതിൽ നോക്കിയാൽ പക്ഷികളെയൊന്നും കാണാൻ പറ്റത്തില്ല, ഇതിലൂടെ കാണാനും പറ്റത്തില്ല. പക്ഷേ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന ഒരു ചടങ്ങല്ലേ. അപ്പം അങ്ങനെ ഇറങ്ങി. ഒരാൾ ഈ കുരുമുളക് ചെടിയുടെ മറയിൽ എന്തോ പതുങ്ങിയിരിപ്പുണ്ട്. പക്ഷെ ഞാൻ ചെല്ലുമ്പോൾ അവൻ അടുത്ത സൈഡിലേക്ക് പോകണമെന്ന് എനിക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഒരാളെ കണ്ട എന്താ പറയട്ടെ, ഒരു ഓറഞ്ച് കളറിലെ നല്ല രസമുണ്ട് അവനെ കാണാൻ. അവനെനിക്ക് പിടിതരാതെ തെന്നി പാറിപ്പോയി. അപ്പോൾ അതിനപ്പുറത്ത് വേറൊരു കറുത്തൊരു കുരുവി അതും വന്നിരിപ്പുണ്ട്. അപ്പം അങ്ങനെ പക്ഷി നിരീക്ഷണമൊക്കെ ഊർജിതമായിട്ട് പോയപ്പോഴാണ് നമ്മൾ 2 പേര് ഓടി വന്നത്. ഒരു വലിയ പട്ടിക്കുഞ്ഞിൻ്റെ കൂടെ ഒരു കുഞ്ഞിപ്പട്ടി. ഈ കുഞ്ഞിപ്പട്ടി നമ്മുടെ അടുത്ത് തള്ളപ്പട്ടി പ്രസവിച്ച് കിടക്കുന്നതിൻ്റെ കുഞ്ഞാണ്. ഇവനാണ് ആ വലിയ പട്ടിക്കുഞ്ഞ്. ഇവനാണ് ആ ചെറിയ പട്ടി. ഇവനാണ് ആ ചെറിയ പട്ടിക്കുഞ്ഞ്. ഇവൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കാണുന്നില്ലായിരുന്നു. അപ്പോൾ അവന് എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവൻ്റെ അമ്മയെ കണ്ട അതിൽ സന്തോഷമാവില്ല എന്ന് വിചാരിച്ച് എൻ്റെ അമ്മ ഉള്ളിടത്തോട്ട് ആക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവൻ വീട്ടിലെ പട്ടിയുടെ അടുത്തോട്ട് പോയി. നമ്മുടെ ജിമ്മിയുടെ അടുത്തോട്ട് പോയി. അവന് പിന്നെ അവിടെ നിന്നാൽ ശരിയാകത്തില്ല. അവനെ വിളിച്ച് ആദ്യം വിചാരിച്ച് ഞാൻ എന്തോ ആഹാരം കൊടുക്കാനുള്ള പരിപാടിയാണെന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ അവനെ പതിയെ സൂത്രത്തിൽ വിളിച്ചുകൊണ്ട് പോയി. അപ്പോഴും ഞാനെന്തെങ്കിലും ഭക്ഷണം കൊടുക്കുമെന്നാണ് പാവം വിചാരിച്ചത്. പക്ഷേ ഞാൻ അവൻ്റെ അമ്മയുടെ അടുത്ത് ആക്കി കൊടുത്തു. അമ്മേനെ കണ്ടിട്ട് അവന് വലിയ സന്തോഷമൊന്നും ഉണ്ടായില്ല. കാര്യം അതിനേക്കാൾ ഉപരി അവനെന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതായിരുന്നു അവൻ്റെ പ്രതീക്ഷ. പിന്നെ മനസ്സോടെ ഞാൻ നിർബന്ധിച്ച് അമ്മപ്പട്ടിയുടെ കൂടെ വിട്ടു. അങ്ങനെ വിട്ടിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ നേരത്തെ വന്ന വലിയ പട്ടിക്കുഞ്ഞില്ലേ, അവൻ പാവം ഇതുവരെ ആ കുഞ്ഞു പട്ടീനെയും കൊണ്ട് നടന്ന അവനൊരു കമ്പനിയായിരുന്നു. അപ്പം ഞാൻ ആ ചെറിയ പട്ടിയെ തള്ളപ്പട്ടിയുടെ അടുത്താക്കിയപ്പോൾ അവൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ് ശരിക്കും സംഭവിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെയല്ല, ചിലർ വേറുള്ളവർ